താങ്ക് യു സർ. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ക്ലാസ് എടുക്കാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് റാവു സാർ ആണ്. റാവു സാറിനെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തണ്ടെന്ന് വിചാരിക്കുന്നു. മോർണിംഗ് സർക്കിളിൽ എല്ലാവർക്കും റാവു സാറിനെ അറിയാം. സാർ US നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സാർ IT പ്രൊഫഷണൽ ആണ്. സാറിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സജന മാം. കേൾക്കാലോ അല്ലേ പറയുന്നത്? കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ഒരു കഥ പറയാം. ഇതെന്റെ ഒരു കസിനെ കുറിച്ചാണ്. എൻ്റെ കസിൻ അവര് വിദേശത്തായിരുന്നു കുറെ നാള്, സൗദിയിലായിരുന്നു ഒരുപാട് വർഷം. അങ്ങനെ അവരൊരു കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്നത്? കേൾക്കാം സർ, പറഞ്ഞോളൂ. കേൾക്കാം. അപ്പൊ അവരൊരു 10 വർഷം മുമ്പ് താങ്ക് യു അവരൊരു 10 വർഷം മുമ്പ് നാട്ടിലൊരു വീട് വെച്ചൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീടായിരുന്നു. അങ്ങനെ വീടെല്ലാം വെച്ച് അവര് വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു പോയി. വെക്കേഷൻ എല്ലാം നാട്ടിൽ വരും. വരുന്ന സമയത്ത് ആ വീട്ടിൽ താമസിക്കും, പിന്നീട് അത് അടച്ചിട്ടിട്ട് പോകും. ഇങ്ങനെ ഒരു വർഷം മുമ്പ് അവര് നാട്ടിൽ സ്ഥിരമായിട്ട് സെറ്റിൽ ആവാമെന്ന് വിചാരിച്ച് അവര് നാട്ടിൽ വന്ന സമയത്ത് ഇപ്പൊ നമ്മുടെയൊക്കെ ഈ പുതിയ വീടുകളുടെ അടുക്കളയെല്ലാം കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാവരും ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? മുമ്പത്തെ പോലെ അടച്ചിട്ട കിച്ചൺ അല്ല, അതുപോലെ മോഡുലാർ കിച്ചൺ, എല്ലാം ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് ആണ് ഇപ്പം. അപ്പൊ കസിന് ഒരു ആഗ്രഹം, അങ്ങനെ കസിൻ അളിയന്റെ അടുത്ത് പറയും, നമുക്ക് നമ്മുടെ കിച്ചൺ ഒന്ന് റിനോവേറ്റ് ചെയ്യാം, ഒരു മോഡേൺ കിച്ചൺ ആക്കണം, ഓപ്പൺ ആയിട്ടുള്ള ഒരു മോഡേൺ കിച്ചൺ ആക്കണമെന്ന് പറയും. അങ്ങനെ ഒരു 5-6 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ അവര് കിച്ചണ് മോടി പിടിപ്പിക്കും. അപ്പൊ സത്യത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്? അവർക്കൊരു ഹാപ്പിനെസ് അല്ലേ വേണ്ടത്, ഒരു സന്തോഷമാണ് വേണ്ടത് അല്ലേ, കിച്ചണൊക്കെ പുതിയതായി കഴിയുമ്പോൾ. പക്ഷെ സംഭവിച്ചത് അതല്ല. എന്തായിരിക്കും ആർക്കെല്ലാം ഒന്ന് പറയാവോ? കിച്ചൺ മാത്രം പുതിയ മോഡല്, വീട് ഒരു പഴയ മോഡലും, ബാക്കിയുള്ള ഭാഗമൊക്കെ ഒരു പഴയ മോഡല്. അതെ, കിച്ചൺ പുതിയതാക്കി കഴിഞ്ഞപ്പം വീടിന്റെ മറ്റു ഭാഗങ്ങളൊന്നും കിച്ചണുമായിട്ട് യോജിക്കുന്നില്ല. അതെല്ലാം ഒരു പഴഞ്ചനായിട്ട് അവർക്ക് തോന്നാൻ തുടങ്ങി. അപ്പൊ സത്യത്തിൽ സന്തോഷം ഉണ്ടാവേണ്ട അടുത്ത് അവർക്ക് നിരാശയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അങ്ങനെ അവസാനം അവര് ആ നിരാശ മാറ്റാനായിട്ട് ഒരു 10-20 ലക്ഷം രൂപയും കൂടെ മുടക്കി വീടും മോടി പിടിപ്പിക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ നമ്മുടെ ജീവിതത്തില്? ഇതിനെയാണ് നമ്മൾ ഡിഡറോ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, ഡിഡറോ എഫക്റ്റ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം പർച്ചേസ് ചെയ്താൽ അതിന്റെ തുടരെയായിട്ട് കൂടുതൽ കാര്യങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. നമുക്ക് ആദ്യം ഈ പേരെങ്ങനെ വന്നതെന്ന് നോക്കാം. ഡെനിസ് ഡിഡറോ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് തത്വചിന്തകനായിരുന്നു. ആളൊരു ഒരു ബുക്സ് ഒക്കെ എഴുതുന്ന ഒരാളാണ്. ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി. വലിയൊരു പണക്കാരനൊന്നുമല്ല. ബുക്കുകളൊക്കെ എഴുതുന്നുണ്ടെങ്കിലും, ഒരുപാട് ബുക്കുകൾ ആൾ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് കൂടുതൽ വലിയ സമ്പത്തൊന്നും നേടിയിട്ടില്ല. ഒരു നോർമൽ ലൈഫാണ് ആൾക്ക് ജീവിക്കുന്നത്. അപ്പൊ ആളുടെ മകളുടെ വിവാഹത്തിനായിട്ട് കുറച്ച് പൈസ കടം വാങ്ങിക്കേണ്ടി വന്നു. അപ്പൊ ഇത് കണ്ട ഒരു ഒരു മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു വനിത ഇദ്ദേഹത്തോട് പറയും, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ബുക്കുകളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് ഒരു ലൈബ്രറി സെറ്റപ്പ് ചെയ്യാം, ഓരോ ബുക്കിനും ഒരു വിലയിട്ട് ഒരു വലിയ തുക ഞാൻ നിങ്ങൾക്ക് തരാം, അതുപോലെ നിങ്ങൾ അവിടെ ഒരു ലൈബ്രറിയനായിട്ട് നിങ്ങൾക്ക് ജോലിയും ചെയ്യാന്ന് പറയും. അപ്പൊ അങ്ങനെ ഈ ഡെനിസ് എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും പണം കയ്യിൽ വരും. അപ്പൊ ഇത്രയും പൈസ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കൊരു ആഗ്രഹം, എന്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന്, എന്റെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് നന്നാക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ ഗൗണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, യൂറോപ്യൻസ് ഒക്കെ ധരിക്കുന്ന ഗൗണ് കണ്ടിട്ടില്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മേലങ്കി എന്ന് പറയുന്ന ഒരു സംഗതി, അത്യാവശ്യം നല്ല വലിപ്പമുള്ള, നല്ല നീളം ഉണ്ടാവും, നല്ല കട്ടിയൊക്കെ ഉള്ള ഗൗണ്. ഈ ഗൗണ്, പഴയ ഗൗണ് മാറ്റി പുതിയ നല്ല റെഡ് കളറുള്ള ഫെദർ ടച്ച് ഉള്ള ഒരു ഗൗണ് വാങ്ങിക്കും. അങ്ങനെ അദ്ദേഹം നല്ല സന്തോഷവാനാവും. ഗൗണെല്ലാം വാങ്ങിച്ച് ഈ ഗൗണ് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് എന്ത് ചെയ്യും, റൂമിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടല്ലേ ചെയ്യാം. അങ്ങനെ റൂമിൽ ഹാങ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിനകത്തുള്ള ബാക്കി സംഗതികളൊന്നും ഈ ഗൗണുമായിട്ട് മാച്ച് ആവുന്നില്ല. അവിടുത്തെ ഡെസ്ക് ആണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും
വാളിന്റെ പെയിന്റ് ആണെങ്കിലും അതുപോലെ ഫ്ലോറിംഗ് ആണെങ്കിലും ഒക്കെ പഴയതായിട്ട് തോന്നി. ഈ ഗൗൺ മാത്രം പുതിയൊരു സംഗതി, ബാക്കിയെല്ലാം പഴയത്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ കാശിൽ നിന്ന് അദ്ദേഹം ആദ്യം ഡെസ്ക് മാറ്റി, പിന്നീട് പെയിന്റിങ് മാറ്റി, പിന്നീട് ഫ്ലോർ മാറ്റി, അങ്ങനെ റൂം മൊത്തം അങ്ങോട്ട് മാറ്റേണ്ടി വന്നു. ഫൈനലി സന്തോഷം കിട്ടാനായിട്ട് ചെയ്ത ഒരു കാര്യത്തിൽ അദ്ദേഹം നിരാശപ്പെടുകയും അദ്ദേഹം തന്നെ പറഞ്ഞു വെറുതെ ആ ഗൗൺ മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു, പഴയ ഗൗൺ തന്നെ യൂസ് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഈ ഡിഡറോ എഫക്റ്റ് എന്ന് പറയുന്ന പേര് ഇതിന് വന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോറിയിൽ നിന്നാണ് ഈ ഒരു പേര് വന്നത്. അപ്പൊ ഇതാണ് ഡെനിസ് ഡിഡറോ എന്ന് പറയുന്ന വ്യക്തിയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണാറുള്ള ഒരു ഉദാഹരണം. ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മോടി പിടിപ്പിക്കുക. ഈവൻ മോടി പിടിപ്പിക്കണം എന്ന് പോലും ഇല്ല. ഇപ്പോഴത്തെ വീടുകളെല്ലാം കണ്ടിട്ടില്ലേ, ഒരേ തീമായിരിക്കും അല്ലേ? സോഫയും ഡൈനിങ് ടേബിളും വീട്ടിലെ റൂമിലെ വാർഡ്രോബ്സ്, കിച്ചൺ, ഇതെല്ലാം ഒരു പെർട്ടിക്കുലർ തീം അല്ലെങ്കിൽ ഒരു കളറായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാം മാറ്റേണ്ടി വരുന്നു. സത്യത്തിൽ ബാക്കിയുള്ളതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷെ ഈ തീം മാറിപ്പോയി, കളർ മാറിപ്പോയി, അല്ലെങ്കിൽ തമ്മിൽ മാച്ച് ആവുന്നില്ല എന്നുള്ളത് കൊണ്ട് ബാക്കിയെല്ലാം മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കൊരു കാറുണ്ട്, ഒരു കുറച്ച് പഴയ കാറാണ്, എന്നാൽ അത് കുഴപ്പമൊന്നുമില്ലാതെ ഓടുന്നുണ്ട്, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മളൊരു എക്സിബിഷനിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ കാറിന്റെ കമ്പനിക്കാരൊരു എക്സിബിഷൻ നടത്തുന്നു. അവരൊരു നല്ല ഓഫറൊക്കെ തരുന്നു, നിങ്ങൾക്ക് ഇത്രയും പൈസ ഡിസ്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ലോൺ തരാം എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു കാറ് വാങ്ങിക്കുന്നു. പുതിയൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ആക്സസറീസ് വാങ്ങിക്കണം. 5 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ 50,000 1 ലക്ഷം രൂപ നമ്മൾ ആക്സസറീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. ഇനിയിപ്പോ ചിലര് വേറൊരു എക്സ്റ്റെന്റ് വരെ പോകും. എങ്ങനെയാന്ന് വെച്ചാല് പഴയ കാറാണെങ്കിൽ കുറച്ച് മഴ കൊണ്ടാലൊന്നും പ്രശ്നമില്ല, പക്ഷെ പുതിയ കാറിനത് പറ്റുമോ? മഴ കൊള്ളാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് പുതിയൊരു ഗാരേജ്, ഒരു കാർ പോർച്ച് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ സത്യത്തിൽ കാറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നമില്ലാത്ത കാറിനെ കൊണ്ട് കൊടുത്ത് പുതിയൊരു കാറ് വാങ്ങിച്ച് അതിന്റെ കൂടെ കുറേ പൈസ വേറെ സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത് കാറ് മാത്രമല്ല, മൊബൈൽ ഫോണ് അല്ല, ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മൊബൈൽ ഫോണ്. ഒരു കുഴപ്പമില്ലാത്തൊരു ഫോണ് ഒരു പുതിയ വേർഷൻ ഇറങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ പുതിയതാക്കുന്നു, എക്സ്ചേഞ്ച്. ഇന്നാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എക്സ്ചേഞ്ച് ഓഫറുകളുണ്ട്. ഈ ആപ്പിളിന്റെ ഒക്കെ ഫോണിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ട് ആരെങ്കിലും? ആപ്പിൾ ഓരോ വർഷവും പുതിയ വേർഷൻ ഇറക്കും. അവർ പക്ഷെ ഫോണ് മാത്രമല്ല ഇറക്കുന്നല്ലേ, കണ്ടിട്ടില്ലേ? അവർ വാച്ച് ഇറക്കും, അതിന്റെ കൂടെ ഇയർപോഡ്, ഐപാഡ്, മാക്ബുക്ക്, ഇതിന്റെ എല്ലാം പുതിയ വേർഷനാണ് ഇറക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അതെ, ജേക്കബ് സാർ അതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇയർപോഡ് ഒന്ന് മാറ്റണം എന്ന് തോന്നും, അതിന്റെ കൂടെ വാച്ച് മാറ്റാൻ തോന്നും, പിന്നെ ഐപാഡ് മാറ്റാൻ തോന്നും. നമുക്ക് ആ ഒരു എക്കോസിസ്റ്റം ശരിയാവാനായിട്ട് എല്ലാം മാറ്റും അല്ലേ? അപ്പൊ അതാണ് ഫോണിന്റെ കാര്യം. മറ്റൊരു ഉദാഹരണം പറയാം. ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന ആളുകളല്ലേ നമ്മളെല്ലാരും? ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ അല്ലെ പുതിയൊരു കാര്യം ചെയ്യണമെന്ന്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് കമ്പ്യൂട്ടർ പറയൂ. ആ, ഡയറ്റ്. അതെ, ഡയറ്റ്. വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാ. എക്സസൈസ് ആണോ? അതെ, എക്സസൈസ്. ജിമ്മിൽ ചേരുക അല്ലേ? 1-ാം തീയതി തന്നെ നമ്മൾ നാട്ടിലെ തൊട്ടടുത്തുള്ള ഒരു പുതിയ ജിമ്മ് കണ്ടുപിടിക്കും, 1000-2000 രൂപ കൊടുത്ത് ജിമ്മിൽ അങ്ങ് പോയിട്ട് ചേരും. നമ്മുടെ ഫൈസൽ സാറിന്റെ ജിമ്മുണ്ട് പുതിയ, അവിടെ വേണമെങ്കിൽ പോയി ചേരാട്ടോ. പക്ഷെ ജിമ്മിൽ പോയി ചേർന്നാൽ നമ്മളവിടെ നിർത്തില്ല. ജിമ്മിൽ പോകണമെങ്കിൽ ഷൂ വേണം, ട്രാക്സ് വേണം, ടീഷർട്ട് വേണം, ഈവൻ ബോട്ടിൽ വരെ വേണം. ഇപ്പൊ ജിമ്മിൽ കൊണ്ടുപോകാൻ പ്രത്യേകം വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. ഇപ്പം ഹെഡ്സെറ്റ് വേണം, വാച്ച് വേണം അല്ലെ, നമ്മുടെ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യാനായിട്ട്. 1000 രൂപ കൊടുത്ത് ജിമ്മിൽ എൻറോൾ ചെയ്യും, 10,000 രൂപ കൊടുത്ത് ഷോപ്പിംഗ് നടത്തും. എന്നിട്ട് സംഭവിക്കുക എന്താ? ഒരാഴ്ച കഴിയുമ്പം ഷൂ നമ്മളെ ഒരു മൂലയ്ക്ക് നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കും. ഒരാഴ്ചയോടെ കൂടെ ജിമ്മിൽ പോക്ക് നിൽക്കും, പക്ഷെ ആ 10,000 രൂപ കൊണ്ട് വാങ്ങിച്ച സാധനങ്ങളെല്ലാം അവിടെ കിടക്കുകയും ചെയ്യും. ട്രിപ്പ് പോകുമ്പോ അല്ലെ, ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. വെറുതെ പോകാൻ പറ്റില്ല, നമുക്ക് പുതിയ ബാഗ് വേണം, പുതിയ ലഗേജ് ബാഗ് വേണം, പുതിയ ഷർട്ട് വേണം, എല്ലാം പുതിയത് വേണം. അതുപോലെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പഴയ ഡ്രസ്സ് ഒന്നും ഇട്ട് പുതിയ ഓഫീസിൽ പോകാൻ പാടില്ല, എല്ലാം പുതിയത് വാങ്ങിക്കണം. ഇങ്ങനെ ജീവിതത്തിന്റെ പല അവസരങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ഡിഡറോയ് എഫക്റ്റ് എന്ന് പറയുന്നതുമായിട്ട്
നമ്മൾ കാണാറുണ്ട്. ഒരു ചെറിയ പർച്ചേസിൽ തുടങ്ങി അത് വലിയ വലിയ നീളുന്ന ഒരു വലിയ പർച്ചേസ് ആയിട്ട് മാറും. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് ഇതിന്റെ പുറകിലുള്ള സൈക്കോളജി എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് പറയും. നമ്മളൊരു പുതിയ കാർ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക, അല്ലെ? നമ്മളുടെ ജീവിത നിലവാരം ഒന്ന് ഉയർന്നതായിട്ട് തോന്നില്ലേ പുതിയൊരു കാർ വാങ്ങിച്ചാല്? അപ്പൊ ആ നിലവാരം നമുക്ക് സ്വയം തോന്നും, നമ്മളൊന്ന് ഉയർന്നു, നമ്മളൊരു നേരത്തെ ഉണ്ടായിരുന്ന ക്ലാസ്സിലല്ല നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫോൺ മാറ്റേണ്ടി വരും, നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കി സംഗതികളെല്ലാം മാറ്റേണ്ടി വരും. കാരണം മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന കാറിനു മാച്ച് ആവുന്ന ഫോണായിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ അവസ്ഥ ഇതല്ല. അത് കാറ് മാത്രമല്ല, എന്ത് സംഗതിയാണെങ്കിലും നമ്മളൊരു അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വയം തോന്നും നമ്മൾ നിലവാരം ഉയർന്നു എന്നും. അപ്പൊ ആ നിലവാരവുമായിട്ട് യോജിക്കാനായിട്ട് നമ്മൾ മറ്റുള്ള സാധനങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് കൺസിസ്റ്റൻസി ബയാസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, നമ്മൾ വീടിനകത്ത് സോഫ മാറ്റി കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല, അല്ലെ? സോഫ മാത്രം ഓടായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഡൈനിങ് ടേബിൾ, വാർഡ്രോബ്, കിച്ചൺ ഇതെല്ലാം മാറ്റേണ്ടി വരുന്നു. എന്നാൽ സോഫയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് പോകുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പൊ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പുതിയത് വാങ്ങിക്കുക. സോഷ്യൽ കമ്പാരിസൺ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ, സോഷ്യൽ കമ്പാരിസൺ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക. നമ്മളൊരു സുഹൃത്തിന്റെ കയ്യിൽ ഒരു പുതിയ മോഡൽ ഫോൺ കണ്ടാൽ നമുക്കത് വേണം, അല്ലെങ്കിൽ സുഹൃത്ത് ഒരു പുതിയ വസ്ത്രം ധരിക്കുന്നത് കണ്ടാൽ നമുക്കത് വേണം. നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയും അവരുടെ നിലവാരത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തേത്. നാലാമത്തേതാണ് ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറയും. നമ്മൾ മുമ്പ് പലതവണ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് പൊസഷനിൽ നിന്ന് കിട്ടുന്ന സന്തോഷം നിലനിൽക്കില്ല. കാറ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. 2 ആഴ്ച കഴിയുമ്പോൾ ആ സന്തോഷം പോവും. അപ്പൊ ആ സന്തോഷം നിലനിർത്താനായിട്ട് നമ്മൾ കാറിന് ഒരു ആക്സസറി വാങ്ങിക്കും. ഈ ആക്സസറിയുടെ സന്തോഷം 2 ദിവസമേ നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ ആക്സസറി വാങ്ങിക്കും. ഇപ്പൊ ഒരു ഫോൺ ആണെങ്കിൽ അതിനൊരു കേസ് വാങ്ങിക്കും, കേസ് മാറ്റും. ഈ പുതിയ ഫോണൊക്കെ വാങ്ങിച്ചാൽ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളിങ്ങനെ മാസാമാസത്തിന്റെ കേസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പഴയ കേസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സന്തോഷം എവിടെയോ പോയി, അത് തിരിച്ചു കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ് ഡിഡറോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു പർച്ചേസ് നടത്തിയാൽ ആ പർച്ചേസിന്റെ ബാക്കിയായിട്ട് തുടരെ കൂടുതൽ പർച്ചേസുകൾ നടത്തിക്കൊണ്ടിരിക്കുക. എന്താണ് ഇത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണെന്ന് എല്ലാവരും സമ്മതിച്ചല്ലോ, അല്ലെ? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല, എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നൊന്ന് നോക്കാം. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. മുമ്പൊക്കെ പ്രേമം, അല്ലെ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ പ്രേമം വീട്ടിൽ പിടിച്ചു കഴിഞ്ഞാല് പാരന്റ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എങ്ങനെയാണ് അവർ ഉപദേശിക്കുക? കോമളവല്ലി മാമിന് അറിയാവോ എങ്ങനെയാണ് ഉപദേശിക്കാന്ന്? അവരോട് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സമയമല്ല, നന്നായിട്ട് പഠിക്കുക, പഠിച്ചു കഴിഞ്ഞ ഒരു സ്വന്തം കാലിൽ നിന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പറയും. അങ്ങനെയാണ് സാധാരണ മാതാപിതാക്കൾ പറയാറ്. അവരോട് പറയും, ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്, നിങ്ങൾ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞ് ജോലിയെല്ലാം കിട്ടി ഇപ്പൊ ഉള്ള സ്നേഹം അതേപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ആലോചിക്കാം, അങ്ങനെയല്ലേ പറയാ? അപ്പൊ അത് നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. നമ്മളൊരു സുഹൃത്തിന്റെ കയ്യിൽ ഒരു പുതിയ പ്രോഡക്റ്റ് കണ്ട് അത് വാങ്ങിക്കാനൊരു ആഗ്രഹം, ഉടനെ പോയി വാങ്ങിക്കരുത്. ഒരു 3 ദിവസം വെയിറ്റ് ചെയ്യുക. ഈ 3 ദിവസം കഴിഞ്ഞിട്ടും ഇത് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്ക് ആവശ്യമുണ്ട് എന്ന് അപ്പൊ തോന്നുകയാണെങ്കിൽ വാങ്ങിക്കുക. കാരണം നമുക്ക് ആദ്യം ഉണ്ടാവുന്നത് ഒരു പെട്ടെന്ന് കാണുമ്പോൾ ഉള്ള ഒരു ആഗ്രഹമാണ്. അത് 2-3 ദിവസം കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ ശരിക്കും നമ്മളത് ആഗ്രഹിച്ചിരുന്നോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വസ്തുവാണെങ്കിലും വാങ്ങിക്കുന്നതിന് മുമ്പ് വെയിറ്റ് ഫോർ 48 hours. 48 hours വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഞങ്ങൾ IT-യിലൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ഇഫ് ഇറ്റ് വർക്ക്സ് ഡോണ്ട് ടച്ച് ഇറ്റ്. ഒരു സംഗതി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിലൊന്നും ചെയ്യാൻ പോകരുത്, അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കണം. ഒരു സംഭവം ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്തത് വാങ്ങിക്കാൻ പാടുള്ളൂ. വീട്ടിലെ സോഫ ഗസ്റ്റുകൾക്ക് വരാം, അവിടെ ഇരിക്കാം,
കാഴ്ചയിലും ഭംഗിക്കുറവൊന്നുമില്ല, ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ഒരു സംഗതിയാണെങ്കിൽ സോഫ മാറ്റാൻ നിൽക്കരുത്. മൊബൈൽ ഫോണിൽ നമുക്ക് കോൾ വിളിക്കാൻ പറ്റുന്നുണ്ട്, വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ വേർഷൻ ഇറങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രം അത് നമ്മൾ മാറ്റാൻ നിൽക്കരുത്. വർക്ക് ചെയ്യുന്നിടത്തോളം കാലം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഇഫ് ഇറ്റ് വർക്ക്സ് ഡോണ്ട് ടച്ച് ഇറ്റ്. മൂന്നാമത്തേത് നമ്മുടെ എല്ലാ മോർണിംഗ് ക്ലാസ്സുകളിലും പറയുന്ന കാര്യമാണ്, അപ്രീഷിയേറ്റ് വാട്ട് വി ഓൾറെഡി ഓൺ. നമുക്കുള്ള കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിൽ സന്തോഷം ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ തേടി പോകുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഗതിയാണ് അല്ലേ? ജീവിതത്തിൽ സന്തോഷം തരുന്ന ഒരു വലിയ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിക്കുക, ഉള്ളതിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എനിക്കിപ്പോ ഒരു 15,000 രൂപയാണ് ശമ്പളം എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഓഫീസിൽ എനിക്കൊരു പ്രൊമോഷൻ കിട്ടി, എന്റെ ശമ്പളം കമ്പനി 3,000 രൂപ കൂട്ടി തന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് എന്റെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഒരു ടെൻഡൻസി വരും. അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അല്ലെ? നമുക്ക് ശമ്പളം കൂടുന്തോറും, വരുമാനം കൂടുന്തോറും ജീവിത നിലവാരം ഉയർത്താനുള്ള. പക്ഷെ പലപ്പോഴും സംഭവിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഈ അധികം കിട്ടിയ 3,000-ത്തേക്കാൾ കൂടുതൽ നമ്മൾ ചെലവാക്കും. നമ്മളൊരു പുതിയ ലോൺ എടുക്കും, പുതിയൊരു EMI എടുക്കും, പുതിയൊരു ഫോൺ വാങ്ങിക്കും EMI എടുത്തിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആണ് സംഭവിക്കുന്നത്. നമ്മുടെ മുമ്പുണ്ടായിരുന്ന 15,000 രൂപയായിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ആ 15 എന്നുള്ളത് 18 ആയപ്പം 25,000 രൂപ കിട്ടേണ്ട രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പൊ എപ്പോഴും നമ്മുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വർദ്ധിക്കുന്നതിൽ കൂടുതൽ ചെലവാക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്താൻ പാടില്ല. പിന്നെ ഏത് സമയത്തും വരുമാനം കുറയും എന്നുള്ള ഒരു മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ എപ്പോഴും പേടിക്കണം. അത് നമുക്ക് വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ഏത് രൂപത്തിലാണോ ജീവിക്കാൻ പറ്റുക, അത് മറ്റുള്ളവരെ നോക്കാതെ ആ രൂപത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, എന്ത് വാങ്ങിക്കുമ്പോഴും ഒരു 2 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യുക. 2-3 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യമുള്ളതാണോ അല്ലയോ എന്നുള്ളത്. രണ്ടാമത്തേത്, ഒരു സംഗതി വർക്ക് ചെയ്യുന്നുണ്ട്, അതെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനങ്ങ് വിട്ടേക്കുക, അത് മാറ്റാൻ പോകരുത്. മൂന്നാമത്തേത്, നമുക്ക് ഉള്ള സംഗതികളിൽ, ഉള്ള ഉപകരണങ്ങളിൽ, ഉള്ള ഫോണാണെങ്കിലും കാറാണെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്തുക, അതിൽ തൃപ്തിപ്പെടുക. ഏറ്റവും അവസാനത്തേത്, ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ, അങ്ങനെ ഒരു അപകടത്തിൽ പോയി ചാടാതിരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ സംസാരിച്ചത് ഡിഡറോ എഫക്റ്റ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന, നമ്മളെ പലപ്പോഴും കടബാധ്യതകളിൽ വരെ കൊണ്ടെത്തിക്കും അല്ലെ? ഇപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ ക്രെഡിറ്റ് കാർഡുകള്, EMI-കള്. നമ്മൾ ആദ്യം ഒരു 500 രൂപയിലാണ് ക്രെഡിറ്റ് കാർഡ് സ്റ്റാർട്ട് ചെയ്യുക. 500, 1000 ആവും, 10,000 ആവും. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ചില ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. 1-2 ക്രെഡിറ്റ് കാർഡിൽ തുടങ്ങി പിന്നീട് 15 ലക്ഷം, 20 ലക്ഷം ഒക്കെ കടബാധ്യത ഉണ്ടായ ആളുകൾ. ഈ പറയുന്ന കടങ്ങളൊക്കെ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത പർച്ചേസുകളായിരിക്കും. അത് ആദ്യം അവര് 5 വർഷത്തെ ലോണായിട്ട് തരും, പിന്നീട് നമുക്ക് EMI താങ്ങാൻ പറ്റാത്തത് കാരണം അതിനെ 10 വർഷമായിട്ട് കൺവേർട്ട് ചെയ്യും, 15 വർഷമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പം അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ നമ്മൾ ഇന്ന് ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്ത് തരം പർച്ചേസ് ആണ് നടത്തുന്നതെങ്കിലും ആ പർച്ചേസ് ആവശ്യമുണ്ടോ, അത് തുടരെ മറ്റു പർച്ചേസുകൾക്ക് കാരണമാവുമോ, അത് എന്താണ് അതിന്റെ പ്രയോറിറ്റി, അത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉള്ളതാണോ എന്നൊക്കെ ശ്രദ്ധിക്കുക. വരുമാനം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചെലവ് വരുമാനം കൂടിയതിനേക്കാൾ കൂടാതെ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഉള്ള വരുമാനത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ ശീലിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഗതികളിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാലം നിലനിൽക്കില്ല. അപ്പൊ ശരിയായ ഹാപ്പിനെസ് കിട്ടേണ്ടത് നമുക്ക് നമ്മുടെ റിലേഷൻസിൽ നിന്നും, നമ്മുടെ വാല്യൂസിൽ നിന്നൊക്കെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുക, സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതോടെ ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഷെയർ ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഇത്രയും സമയം കേട്ടു നിന്നതിന് താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള സമയമാണ്. താങ്ക് യു.
ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. എങ്ങനെ ജീവിക്കണം എന്നുള്ള പലരും ഇന്നത്തെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആത്മഹത്യകളും അതുമൊക്കെ കണ്ടുവരുന്നത്. അത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലെ സ്ത്രീകളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾക്ക് എന്ത് വേണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് മതി, എന്ത് തീരുമാനിക്കുന്നത് അവരാണ്. അവർക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ ഭർത്താവ് എന്തായാലും നിവൃത്തിയുണ്ടെങ്കിൽ അതൊരു മേടിച്ചുകൊണ്ടേ കൊടുക്കും. ഇനി ഒരു കടക്കണിയിലാവും ലാസ്റ്റ് അവര് മൊത്തം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുവാണ് ചെയ്യാറ്. സാറിന്റെ ഈ ക്ലാസ് ഏറ്റവും നല്ലതുണ്ട്. എല്ലാവരെയും ഉണ്ടാക്കി എന്ന് പറഞ്ഞ നമുക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി തന്നു എല്ലാവരെയും. ഏറ്റവും നല്ല ക്ലാസ്. നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോബ് സാർ. അല്ല, സൂപ്പർ സെഷൻ കേട്ടോ. എനിക്ക് ഓർമ്മ വന്നതേ, ഞാനൊരു ഷോൾ വാങ്ങിയിട്ട് ആ ഷോളിന് മാച്ചായ പർദ്ദ പോലത്തെ ഗൗൺ ഉണ്ടല്ലോ, അത് വാങ്ങേണ്ടി വന്നു. വെറുതെ ഒരു ഷോൾ വാങ്ങിച്ച് പിന്നെ അതിനനുസരിച്ച് വേറൊരു ഡ്രസ്സ് വാങ്ങിച്ചു. ഇതൊക്കെ ഇതിൽ പെട്ടതാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. നല്ല അടിപൊളി സെഷൻ. താങ്ക് യു. താങ്ക് യു സജന. അതെ, ഈ ഡ്രസ്സ് വാങ്ങിക്കുമ്പം ഇത് പാന്റ് അല്ലെങ്കിൽ ഷർട്ട് പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പാന്റും ഷൂസ് ഒക്കെ പഴയതായിട്ട് തോന്നും. എപ്പോഴും നമ്മൾ അതിലേക്കാണ് നോക്കുക. അപ്പൊ പിന്നെ അതും മാറ്റേണ്ടി വരും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഷോള് വാങ്ങിച്ച് പിന്നീട് അതിന് മാച്ച് ആവുന്ന പർദ്ദ വാങ്ങിക്കേണ്ട അവസ്ഥ, അതൊക്കെ സംഭവിക്കാറുണ്ട്. താങ്ക് യു. താങ്ക് യു റവ് സാർ. നല്ല സെഷൻ ആയിരുന്നു. നല്ല അടിപൊളി പ്രസന്റേഷനും ആയിരുന്നു. സാർ ഈ പറഞ്ഞ പോലെ നമ്മളുടെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് തന്നെയാണ് ഈ ഡിഡറോ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാന്നുള്ള 4 ടിപ്സുകൾ പറഞ്ഞു തന്നു. വെരി യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സജന മാം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സജന മാം? അതെ അതെ, ഇനി ആർക്കും പറയാനില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാപ്പി സൺഡേ. താങ്ക് യു. സാർ ഒന്ന് എൻഡ് കൊടുക്കോ?